നമ്മുടെ നാട്ടിൽ തെരുവുനായ്ക്കളുടെ ശല്യം നിരവധിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്രമണം ഏൽക്കാനും സാധ്യതയുണ്ട്. നിരവധി ആൾക്കാരാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് തെരുവുനായയുടെ കടി കൊള്ളാതിരിക്കാൻ പ്രത്യേകമായൊരു കോഴ്സിന് തന്നെ ചേരണമെന്നാണ്. തെരുവുനായയോ അല്ലെങ്കിൽ പട്ടിയോ മറ്റു മൃഗങ്ങളുടെ കടിയേറ്റാൽ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് രക്തസ്രാവം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉണങ്ങിയതും ക്ലീനായതുമായ തുണി കടിയേറ്റ ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്യുക. ബ്ലീഡിങ് സ്റ്റോപ്പായതിനു ശേഷം കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളയുക. ഡ്രസ്സിങ്ങിലെ തുണി ഉപയോഗിച്ച് മുറിവ് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. 10 കൊല്ലത്തിനിടയ്ക്ക് ടെറ്റനസ് വാക്സിൻ എടുക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ ഡോക്ടർ നിങ്ങൾക്ക് ടെറ്റനസ് വാക്സിൻ നിർദ്ദേശിച്ചേക്കാം. കൂടെ ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റുകളും ആൻറ്റിബയോട്ടിക് ക്രീമുകളും ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം. ടെറ്റനസ് വാക്സിൻ എടുക്കുകയാണെങ്കിൽ കടിയേറ്റ 72 മണിക്കൂറിനുള്ളിൽ തന്നെ വാക്സിൻ എടുക്കേണ്ടതാണ്. ഡോക്ടർ നിർദ്ദേശിക്കാവുന്ന മറ്റൊരു വാക്സിനാണ് റാബീസ് വാക്സിൻ. ഇതും മൃഗങ്ങളുടെ കടിയിൽ നിന്നും അണുബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്സിനാണ്.